ഹായ്ഡ മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. നിങ്ങൾ എല്ലാവരും എക്സാമിനുള്ള തകൃതിയായിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്ന് അറിയാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള അല്ല 100% കാണുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോട് കൂടി ആ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് തെറ്റാതെ കറക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക അല്ലെ. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും A+ കിട്ടണം എന്നുള്ളത്. A+ എന്ന് പറയുന്നത് ഒരു ആഗ്രഹമായിട്ടല്ല നിൽക്കേണ്ടത്, ഒരു സ്വപ്നമായിട്ടല്ല നിൽക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം അല്ലെ. എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? ആദ്യം നമ്മളിൽ വിശ്വസിക്കുക. എന്നെ കൊണ്ട് പറ്റും, എനിക്ക് മാർക്ക് നേടാൻ സാധിക്കും, എനിക്ക് കൂടുതൽ ഇപ്പൊ എത്രയാണോ മാർക്ക് ഉള്ളത് അതിലും കൂടുതൽ മാർക്ക് എനിക്ക് നേടാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്താൽ മതി, എന്നെ വിശ്വസിച്ച് പഠിച്ചാൽ മതി. ഞാൻ നന്നായിട്ട് പഠിച്ചോ, എനിക്ക് 100% ഉറപ്പാണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുമെന്ന് നിങ്ങളിൽ വിശ്വസിക്കാതെ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. സ്വതവേ കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു സ്ട്രക്ചർ തന്നിട്ട് അല്ലെ, ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ABCD 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ ഇറ്റ് ഈസ് ഗിവൺ. ഈ സ്ട്രക്ചറിൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വ്യത്യാസം വരുള്ളൂ അല്ലെ. ഇപ്പൊ ഞാൻ എടുത്ത സ്ട്രക്ചർ ആയിരിക്കില്ല, വേറൊരു സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ മെത്തേഡും ചോദ്യങ്ങളും എല്ലാം സെയിം ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകുകയല്ല, പകരം 3 സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്. 3 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചോദ്യവും നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പുകൾ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തണം കേട്ടോ. ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്താൻ പോവാണ് ഞാൻ. ഇതാണോ ലോങ്സ്റ്റ് ചെയിൻ, ഇതാണോ ലോങ്സ്റ്റ് ചെയിൻ? നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 5 കാർബൺ ആറ്റം ആണ് വരുന്നത്. നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 6 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്? യെസ്, ഇതായിരിക്കും അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ അഥവാ മുഖ്യ ചെയിൻ എന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്, ബ്രാഞ്ച് മാർക്ക് ചെയ്യണം. ഇതിൽ എക്സ്ട്രാ വന്ന ആളാരാണ്? CH3 ആണ്. CH3 ഞാൻ മാർക്ക് ചെയ്തു, ബ്രാഞ്ച് കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 1 2 3 4 5 6 എന്ന് നമ്പർ ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്, ബ്രാഞ്ച് വരുന്നത്. ഇനി തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കി നോക്കാം, 1 2 3 4 നാലാമത്തെ നമ്പർ അല്ലേ. അപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്യൂ? ഇല്ല. എപ്പോഴും നമ്മൾ ബ്രാഞ്ചിന് നമ്പർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം, കുറഞ്ഞ നമ്പർ ആയിരിക്കണം കിട്ടിയിരിക്കേണ്ടത്. സോ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് സ്ട്രക്ചർ ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കുക. ഈ 3 സ്റ്റെപ്പുകളും വരയ്ക്കുക, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആൻസർ തെറ്റത്തില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ എന്താണ് ചോദിക്കുന്നത്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ അല്ലെ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്താണ് ചോദിക്കുന്നത്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. മുഖ്യ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് വരുന്നത്? യെസ്, 6 ആണ്. കാരണം എന്താണ്, മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റംസ് ആണ്. ഇനി അടുത്തത് വാട്ട് ഇസ് ദ വേർഡ് റൂട്ട്? നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് പദമൂലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പദമൂലം ഏതാണ് വരുന്നത്? 6 ആയതുകൊണ്ട് ഹെക്സ് ആണ് വരുന്നത് അല്ലെ. ഹെക്സ് എന്താണ് വരുന്നത്? ഹെക്സ് ആണ്. റെഡി ആണല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണേ, മെത്ത്, എർത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. 6 ആയതുകൊണ്ട് ഹെക്സ് എന്ന് എഴുതി. ഇനി 7 ആണെങ്കിൽ ഹെപ്റ്റ് ആണ്, 8 ആണെങ്കിൽ ഒക്ട് ആണ്, 9 ആണെങ്കിൽ നൺ ആണ്, 10 ആണെങ്കിൽ ഡെക്ക് ആണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിൽ ഇവിടെ നമുക്ക് 2 മാർക്ക് കിട്ടിയിട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ ബ്രാഞ്ച് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ. ബ്രാഞ്ച് ഇതാണ്, നമ്മൾ ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലേ. CH3 എന്ന് പറയുന്നതാണ് ബ്രാഞ്ച് വരുന്നത്. ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈൽ. കാരണം ഇതിൽ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാഞ്ച് എഴുതുമ്പോൾ എന്താ ചെയ്യുക? ഒന്നായതുകൊണ്ട് മെത്ത്, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. മലയാളത്തിലും മീഥൈൽ എന്നാണ് എഴുതുന്നത്. ഏതാണ്? മീഥൈൽ. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ IUPAC നെയിം. IUPAC നെയിം നമുക്ക് എഴുതിയാലോ? നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതണം. മൂന്നാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, മീഥൈൽ എന്ന് എഴുതുന്നു. ഇനി ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 ഉണ്ട്.
വേർഡ് റൂട്ട് എന്താണ്? ഹെക്സ് ആണ്. അപ്പോൾ പേരെന്ത് വരുന്നു? ഹെക്സെയ്ൻ എന്ന് വരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ സ്ട്രക്ചറിന്റെ പേര് എന്ത് കിട്ടി? 3-methyl hexane എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ, സംശയമില്ലല്ലോ. 4 മാർക്കാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ ആനുവൽ എക്സാമിനും പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സ്ട്രക്ചർ ഏത് വേണമെങ്കിലും തരാം. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്ത ആ വാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ സ്ട്രക്ചർ തന്നിട്ട് ഇതുപോലെ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് പേര് തന്നിട്ട് നമ്മളെടുത്ത് സ്ട്രക്ചർ വരയ്ക്കാനും ചോദിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ അവസാന ഭാഗം പെൻറ്റെയിൻ ആണല്ലേ. പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം ആണ്. 5 കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഞാനത് വരയ്ക്കാൻ പോവാണേ. 1 2 3 4 5 ഇതിന്റെ ഇടയിലൊക്കെ എന്തുണ്ട്? സിംഗിൾ ബോണ്ട് ഉണ്ട്. ഞാൻ സിംഗിൾ ബോണ്ട് വരച്ചു. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ CH3 ബ്രാഞ്ച് ഉണ്ട്. പേര് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അറിയുന്ന കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ബാക്കി ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ട് നമ്മൾ വരയ്ക്കണം അല്ലേ. യെസ്, ഇവിടെ നമുക്ക് 3 ഹൈഡ്രജൻ ആണ്, ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻ ആണ്, ഇവിടെ നമുക്ക് 1 ഹൈഡ്രജൻ ആണ്, ഇവിടെ 2 ഹൈഡ്രജൻ ആണ്, ഇവിടെ 3 ഹൈഡ്രജൻ ആണ്. അപ്പൊ ചില കുട്ടികളുടെ മനസ്സിലൊരു സംശയം വരും, മിസ്സേ എങ്ങനെയാണ് H3 H2 H എന്നുള്ളത് മനസ്സിലായത്? എടാ, ഏതൊരു കാർബണിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്. ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ആയിട്ടാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കാർബൺ കൺസിഡർ ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്താണ്? ബാലൻസ് 4 ആണ്, 4 ബോണ്ട് ഉണ്ട്. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ബാക്കി എത്ര ഹൈഡ്രജൻ ആണ് വേണ്ടത്? 2 ഹൈഡ്രജൻ. അതുകൊണ്ടാണ് H2 എന്ന് എഴുതിയത് കേട്ടോ. അതേപോലെയാണ് ബാക്കി എല്ലാ കാർബൺ ആറ്റത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹൈഡ്രജൻ നമ്മൾ കൊടുക്കുന്നത്. സോ ഐ ഹോപ്പ് ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 തരത്തിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ഐസോമേഴ്സ് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാൽ പല മക്കൾക്കും സംശയം വരുന്നൊരു ഭാഗമാണ്, കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. എടാ മക്കൾ, ഈ ഒറ്റ മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യം ചെയ്യേണ്ടത് ഒരു ഐസോമർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ മോളിക്കുലർ ഫോർമുല എഴുതുകയാണ് വേണ്ടത്. മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതുക? എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇവിടെ എത്ര കാർബൺ ആണുള്ളത്? 1 2 3 4 5 6 അല്ലെ, 6 കാർബൺ ആണേ. അപ്പൊ ഞാൻ C6 എഴുതുന്നു. ഹൈഡ്രജൻ നമുക്ക് 14 ആണുള്ളത്. കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. 3 2 2 2 2 3 14 ആണ്. അതേപോലെ ബാക്കി എല്ലാം എഴുതിക്കോളൂ. ബാക്കിയുള്ളത് എങ്ങനെയാ വരുന്നത്? 3 കാർബൺ ആറ്റം, ഹൈഡ്രജൻ എത്രയാണ്? 3 4 5 6 7 8 8 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 6 കാർബൺ ആറ്റവും 14 ഹൈഡ്രജൻ ആറ്റവും ആണ്. ഇവിടെ 3 കാർബൺ ആറ്റവും 8 ഹൈഡ്രജനും 1 ഓക്സിജൻ ആറ്റവും ആണ്. ഇതേപോലെ ഞാൻ എടുത്തു പറയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി പറയാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഐസോമർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ മോളിക്കുലർ ഫോർമുലാസ് എഴുതുക. ഇനി ചെയ്യേണ്ടത് സെയിം മോളിക്കുലർ ഫോർമുലാസ് വരുന്ന ആളുകൾ എന്താണ്? ഐസോമേഴ്സ് ആണ്. ഇവിടെ നോക്കിക്കേ നിങ്ങൾ C6H14 എന്ന് പറയുന്നത് നമുക്കിവിടെ 2 ആളുകളുണ്ട് അല്ലേ. യെസ്, ഇവർ 2 പേരും എന്ത് ഐസോമേഴ്സ് ആണ്? സെയിം മോളിക്കുലർ ഫോർമുലയാണ്, സ്ട്രക്ചറിൽ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവ ചെയിൻ ഐസോമേഴ്സ് ആണെന്ന് പറയാം. എന്ത് ഐസോമർ ആണ് അവര്? ചെയിൻ ഐസോമർ ആണ്. നേരെ മറിച്ചിട്ട് നിങ്ങൾ അടുത്ത കാറ്റഗറി നോക്കിക്കേ. ഏതാണ്? C3H8O എന്ന് കാണുന്ന യെസ്, നമ്മുടെ 2ാമത്തെയും 4ാമത്തെയും ആള്. അവരുടെ പ്രത്യേകത എന്താണ്? യെസ്, മോളിക്കുലർ ഫോർമുല സെയിം ആണ്. എന്നാൽ സ്ട്രക്ചറിൽ വ്യത്യാസം ആർക്കാണുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പിനാണുള്ളത് അല്ലെ. ഒരാള് O ആണെങ്കിൽ ഒരാള് OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പേ മാറി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് ആൻ ഫങ്ഷണൽ ഐസോമറിസം അല്ലെ. ഫങ്ഷണൽ ഐസോമറിസം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആണ്. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ്. ഇനി പൊസിഷൻ, ചില സമയത്ത് OH ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറും. വേറൊരു കാർബൺ ആറ്റത്തിലേക്ക് തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ പൊസിഷണൽ ഐസോമറിസം. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റില്ലല്ലോ. നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് സ്ട്രക്ചേഴ്സ് എടുത്ത് എഴുതുന്നു, അതിന്റെ സൈഡിൽ മോളിക്കുലർ ഫോർമുല എഴുതുന്നു. സെയിം മോളിക്കുലർ ഫോർമുല ഉള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരേ കാറ്റഗറി ആക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാതെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടും കേട്ടോ. 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുണ്ട്. ഈ സെയിം ഐസോമറിസം പല രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതേപോലെയും ചോദിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്.
ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കോമ്പൗണ്ട് 4ന്റെ ഫങ്ഷണൽ ഐസോമറിസം എഴുതാനാണ്. കോമ്പൗണ്ട് 4ന്റെ ഫങ്ഷണൽ ഐസോമറിസം ദാ ഇവിടെ 4 തന്നിട്ടുണ്ട് അല്ലേ. ഈ നാലാമത്തെ ഫങ്ഷണൽ ഐസോമറിസം എന്തായിരിക്കും? ഞാനൊരു ട്രിക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക്, ഓക്സിജൻ നിങ്ങൾ എന്താണ് ആൽക്കോക്സി ആൽക്കൈൻ ആണെങ്കിൽ അതിന്റെ ഐസോമർ എപ്പോഴും ആൽക്കഹോൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? CH3 CH2 OH എന്ന് എഴുതിയാൽ മതി. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കണം 2, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കണം 3 3 3 4 5 6 6 6 തന്നെയാണ് അല്ലേ. ഓക്സിജൻ ആറ്റവും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നതിന്റെ ഐസോമർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ആൽക്കോക്സി ആൽക്കൈൻ തന്നെയാണ്. അതിൽ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല കേട്ടോ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട് ബിലോങ്സ് ടു ആൽക്കഹോൾ? ആൽക്കഹോളിൽ പെടുന്നത് ആരാണ്? ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലേ. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്നത് ആരാണ്? നമ്മുടെ സെക്കൻഡ് കോമ്പൗണ്ട് ആണ്, രണ്ടാമത്തെ വ്യക്തിയാണ്, രണ്ടാമത്തെ കോമ്പൗണ്ട് ആണ്. സെറ്റ് ആണോ? ഇനി അടുത്ത ചോദ്യം, സി ഓപ്ഷൻ ഏതാണ്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയണമെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കണം. അപ്പുരിത സംയുക്തം പറയണമെങ്കിൽ അതിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കണം. ഇവിടെ ആർക്കാണുള്ളത്? മൂന്നാമത്തെ കോമ്പൗണ്ടിനാണുള്ളത്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പറയാം അതാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഇതിന്റെ പേര് വേണമെങ്കിൽ ചോദിക്കാം. പേരെന്താണ്? മെത്തയെത്ത് പ്രൊപ്പീൻ. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പീൻ എന്നാണ് കേട്ടോ. ഇനി റൈറ്റ് ദ ചെയിൻ ഐസോമർ ഓഫ് കോമ്പൗണ്ട് 1. ഈ കോമ്പൗണ്ട് 1ന്റെ ചെയിൻ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ കാർബൺ ചെയിനിൽ വ്യത്യാസം വരുത്തിയാൽ മതി അല്ലേ. ഇവിടെയുള്ള കാർബണെ നമ്മൾ വേറൊരിടത്തേക്ക് മാറ്റി എഴുതുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CH3 CH3 ഞാൻ അവിടെ കൊടുത്തു കേട്ടോ. CH3 നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണേ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 2 3 4 4 ആണ്. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 3 6 7 8 9 10 ആണ്. ഇവിടെയും എന്ത് തന്നെയാണ്? കാർബൺ ആറ്റം 4ഉം ഹൈഡ്രജൻ ആറ്റം 10ഉം തന്നെയാണ്. ക്ലിയർ ആണല്ലോ. ഇതുപോലത്തെ ചോദ്യങ്ങൾ 100% ഉറപ്പിക്കാം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. സോ എന്റെ മക്കള് ഫുൾ കോൺഫിഡൻസോട് കൂടിയാണോ പരീക്ഷയ്ക്ക് പോകുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ കോൺഫിഡന്റ് ആണെന്ന് എഴുതുക. അതേപോലെ ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ പോവാടോ പരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കും. എൻ്റെ എല്ലാ മക്കൾക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നാളത്തേക്ക് വെക്കരുത്. കാരണം നമ്മുടെ എക്സാം നാളെയാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അറിയിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനിയും കാണാം. ബൈ.